MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇടക്കേപ്പുറം UP സ്കൂളിന് അനുവദിച്ച പാചകപ്പുരയുടെയും PTA കമ്മിറ്റി നിർമ്മിച്ച സ്റ്റേജിന്റെയും ഉദ്ഘാടനം വിജിൻ MLA നിർവഹിച്ചു. സ്കൂൾ 74ാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പാചകപ്പുര നിർമ്മിച്ചത്. ആ മസാലയുടെ പരിപാടിയിട്ട് അല്ലാതെ ചെയ്തിട്ട് പക്ഷെ എല്ലാ സ്കൂളിലും പോകുമ്പോൾ കുഞ്ഞുങ്ങൾ സാമ്പാറിന് ഇതിൽ ശക്തമായി പറയാറ് എവിടെ ഒരു കുറച്ചിട്ട് അല്ലേ? എല്ലാ സ്കൂളിലും പോകുമ്പോൾ സാമ്പാറിനോട് ഒരു പ്രശ്നമില്ല. അപ്പൊ ടീച്ചറോട് പറയുമ്പോൾ എല്ലാ ദിവസവും സാമ്പാറില്ല, എന്നിട്ട് എളിശ്ശേരിയുണ്ട്, മസാലക്കറിയുണ്ട്, പരിപ്പറിയുണ്ട്, ഇഞ്ചിക്കറിയുണ്ട്, മുട്ടക്കറിയുണ്ട്. ആയിക്കോട്ടെ, ഏതായാലും നമ്മളെ കിച്ചണിലെ അമ്മയുടെ ഉണ്ടെങ്കിൽ സാമ്പാർ കുറച്ചൊന്ന് നിയന്ത്രിച്ചോ, മറ്റെന്തെങ്കിലും അധികം കൂട്ടിക്കോ. ഏതായാലും നമ്മുടെ മക്കൾക്ക് നല്ല ഭക്ഷണം നമ്മുടെ സ്കൂളുകളിൽ നിന്ന് ഇപ്പോൾ വിതരണം ചെയ്യുന്നു. ഇടക്കേപ്പുറം UP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ പാചകപ്പുര കൂടി വരുന്നതോടുകൂടി നല്ല സൗകര്യം ഇവിടെ നിങ്ങൾക്ക് ഈ പാചകപ്പുരയിൽ നിന്നുണ്ടാകുന്ന ഭക്ഷണത്തിന്റെ ഭാഗമായി വരാൻ വേണ്ടിയിട്ടുള്ളത്. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രതി അധ്യക്ഷയായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP. ഷാജിർ മുഖ്യാതിഥിയായി. N. ശ്രീധരൻ ഉപഹാര സമർപ്പണം നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക V. പ്രസീത സ്കൂൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഗണേശൻ, സ്ഥിരം സമിതി അധ്യക്ഷ V. വിനീത, പഞ്ചായത്ത് അംഗം K. രാഘവൻ, KB. ശ്രീധരൻ, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി V. രാജൻ, ഇടക്കേപ്പുറം LP സ്കൂൾ പ്രധാനാധ്യാപിക MR. അന്നപൂർണ, മദർ PTA പ്രസിഡന്റ് CK. ഷീബ, V. സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.